ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി വീഡിയോ ആയിട്ട് വന്നിട്ട് 1-ാം തീയതി ആണെന്ന് തോന്നുന്നു, മാർച്ച് 1-ാം തീയതി ആണെന്ന് തോന്നുന്നു ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. അത് ഇനിയിപ്പോൾ കുറേ ദിവസമായി വീഡിയോ ആയിട്ട് വരണമെന്ന് വിചാരിക്കുന്നു, വീഡിയോ ഇടണമെന്ന് വിചാരിക്കും. പിന്നെ മടി പിടിച്ച് എന്ത് ചെയ്യും, ഇങ്ങനെ ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം, കുറച്ച് നേരം കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ആണ് ഞാനിന്ന് വീഡിയോ ആയിട്ട് വന്നത്. അപ്പം നമുക്ക് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ കടന്ന് ക്രമസമാധാനമില്ലാതെ മരണത്തിൻ്റെ നിലവിളികൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം അത് പലർക്കും തോന്നിത്തുടങ്ങി, കേരളം കൊലവിളിയാണെന്ന് പലർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, തോന്നിത്തുടങ്ങി. പലരുടെയും മനസ്സിനെ തോന്നിത്തുടങ്ങി. പലരും അത് ആർത്ത് വിളിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിലെ ആ കുട്ടിയുടെ കൊലപാതകത്തിൽ ഒരു ടീച്ചർ, ഒരമ്മ ആർത്ത് വിളിക്കുന്നു, കേരളം നശിച്ചു എന്ന് പറഞ്ഞ് ആർത്ത് വിളിക്കുന്ന ആർത്ത് വിളികൾ പല സെലിബ്രിറ്റികളുടെ മനസ്സിൽ തന്നെ കേരളത്തിൻ്റെ വളരെയധികം കേരളത്തിൽ എന്ത് ചെയ്യുകയാണ്, സമാധാനമില്ല എന്ന് പല സെലിബ്രിറ്റികളുടെ ഉള്ളിൽ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, തോന്നിത്തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് എൻ്റേതായ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ കേരളത്തിനകത്ത് നമ്മൾ ലാസ്റ്റ് താമസിച്ചിരിക്കുന്ന വാടക വീടിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മൾ സാധാരണ നിയമപരമായിട്ട് തന്നെ അത് എന്ത് ചെയ്യുക, അഡ്വാൻസ് പൈസ കൊടുത്തു, എഗ്രിമെൻ്റ് എഴുതി 2 മാസം നമ്മൾ വാടക കൊടുത്തിട്ട് പോലും നമ്മളെ അവിടെ താമസിപ്പിക്കാൻ പറ്റാതെ നമ്മളില്ലാതിരുന്ന സമയത്ത് ഞങ്ങളവിടെ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അനുവാദമില്ലാതെ ഞങ്ങളെ വിളിക്കുകയോ ഒന്നും ചെയ്യാതെ ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് തന്ന ചാവി കൂടാതെ അഡീഷണൽ ആയിട്ടൊരു ചാവി ഇട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, ആ വീട് പൂട്ടി ആ ചാവി ഹൗസ് ഓണറായ എമേഴ്സൺ ജേക്കബിൻ്റെയും എൽസമ്മയുടെയും കയ്യിൽ അവർ പൂട്ടിയെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് എതിരായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മൾ ആ വീട്ടിലോട്ട് കയറി ചെന്ന സമയത്ത് നമ്മുടെ വീട് പൂട്ടിക്കിടക്കുന്നു കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോട്ടയത്ത് SP-ക്കും DYSPക്കും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പരാതി കൊടുത്തു, DGPക്ക് കൊടുത്തു. പരാതികളെല്ലാം കൊടുത്ത അടിസ്ഥാനത്തിൽ അതെന്ത് DGPക്ക് കൊടുത്തിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനം അത് എന്ത് ചെയ്തു, കോട്ടയത്തേക്ക് അവർ വിളിച്ച് പറഞ്ഞ് ഇവനെ അവിടെ വിളിപ്പിക്കുകയും ചെയ്തിട്ട് ഇവനോട് പറഞ്ഞു, ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്തെല്ലാമാണോ നമുക്ക് നഷ്ടപ്പെട്ടത്, എന്തെല്ലാം ഈ ഒരു അവസ്ഥയെ തുടർന്ന് നമ്മൾ നേരിട്ട കാര്യങ്ങളെല്ലാം നമ്മളെ മൊഴിയെടുത്ത് അവർ രേഖാപൂർണമായി എല്ലാം എഴുതിയെടുത്ത് ഇവനെ വിളിപ്പിച്ച് സംസാരിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് നഷ്ടമായത് തന്ന് ഞങ്ങളെ എന്ത് ചെയ്യാൻ, ഞങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കാനായിട്ട് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ സാധനം ഞങ്ങൾ എടുക്കൂല, അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങളതിന് മുന്നോട്ടാവില്ല. നമ്മളവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കാൻ തയ്യാറായ മനസ്സോടുകൂടിയാണ് ചെന്ന് പല വാതിലുകളിലും പല നിയമവശത്തിൻ്റെയും പല അധികാരികളുടെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ചെന്ന് മുട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, എൻ്റെ ജേക്കബ്, എൽസമ്മ, ഒരു കാര്യം ഞാൻ പറയാം. ഇതേ തുടർന്ന് എനിക്ക് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ, കാരണം ഞാൻ അനുഭവിക്കാവുന്നതിൻ്റെ അപ്പുറത്തെ വേദന നിങ്ങൾ 2 പേരും കൂടി എനിക്ക് മുൻകാലങ്ങളിലും തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയതിന് ശേഷവും നിങ്ങൾ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വേദന നല്ലവണ്ണം തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്നെ നിങ്ങളൊരു മാരകായുധം എടുത്ത് കൊല്ലുന്നതിന് ഉപരിയായിട്ടാണ് നിങ്ങൾ എന്നെ കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, എൻ്റെ ഹസ്ബൻഡിനോ എനിക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദികൾ കോട്ടയത്ത് എൻ്റെ ഹൗസ് ഓണറായ എമേഴ്സൺ ജേക്കബും എൽസമ്മയും ആയിരിക്കും. കാരണം ഓരോ മരണത്തിൻ്റെ പിന്നിലും, ഓരോ മരണങ്ങൾ നടക്കുന്നതിൻ്റെ പിന്നിലും ഓരോരുത്തരുടെ ക്രൂരമായ പീഡനവും കാരണങ്ങൾ കൊണ്ടാണ് ഓരോരുത്തരും മരണത്തിലേക്ക് ചെന്ന് എത്തിപ്പെടുന്നത്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ
എൻ്റെ മരണത്തിന് ഉത്തരവാദികൾ എമേഴ്സണും ജേക്കബ് എമേഴ്സണും ഭാര്യ എൽസമ്മ എമേഴ്സൺ ജേക്കബും ആയിരിക്കും എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും മരണത്തിൻ്റെ ഉത്തരവാദികൾ. പിന്നെ ഈ യൂട്യൂബിനകത്ത് നിരന്തരം അമ്പലങ്ങളുടെയും പൂജാകാര്യങ്ങളുടെയും പല ആചാരാനുഷ്ഠാനങ്ങളുടെയും എല്ലാം വീഡിയോസ്, ആര് എന്തെല്ലാം ചെയ്താലും എവിടെയൊക്കെ എന്തെല്ലാം നടന്നാലും അതിൻ്റെ എല്ലാ വീഡിയോകൾ പല ആളുകൾ ഓരോ തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ യൂട്യൂബ് വഴി എന്ത് ചെയ്യുന്നു, വീഡിയോ എത്തിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ സാധാരണ അപ്പം ഞാൻ ഏത് മതത്തിൽ വിശ്വസിക്കണമെന്ന്, ഏത് ആചാരത്തിൽ പോകണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ മാത്രമാണ്, എൻ്റെ മാത്രം കാര്യങ്ങളാണ്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ രാവിലെ കുളിച്ച് വിളക്ക് കത്തിക്കുന്നതും, ഇപ്പം വാടക വീട് ഇപ്പം ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാടക വീടെടുത്ത് നിങ്ങൾ തരാതെ എന്തായാലും ഞാൻ വാടക വീട് എടുത്തിട്ടില്ലല്ലോ, നിങ്ങളെല്ലാം തന്നു നിങ്ങളുടെ സമ്മതത്തോടു കൂടി തന്നെയാണല്ലോ ഞാൻ ആ വീട്ടിൽ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ വീട്ടിനകത്ത് രാവിലെ കുളിച്ച് വിളക്ക് കത്തിക്കുകയും ചന്ദനത്തിരി കത്തിക്കുകയും ചെയ്യുന്നതൊക്കെ എൻ്റെ മൗലിക അവകാശത്തിൽപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ഒരാൾക്കും ഒരാളെയും ചോദ്യം ചെയ്യാനുള്ള അവകാശങ്ങളില്ല. പിന്നെ നീ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹോമം ചെയ്തത്. ഹോമം എന്താണെന്നും നിനക്കറിയാൻ വയ്യെങ്കിൽ നീ യൂട്യൂബിനകത്ത് അടിച്ചു നോക്കണം. ഹോമം എങ്ങനെയാണ് ഹോമം, എന്താണ് ഹോമം, നീ അടിച്ചു നോക്കി നിനക്കത് എന്ത് ചെയ്യാൻ വ്യക്തമായി കാണാൻ പറ്റും. രാവിലെ എണീറ്റ് കുളിച്ച് ഒരു വിളക്ക് വയ്ക്കുന്ന, ഒരു ചന്ദനത്തിരിയും കത്തിക്കുന്നതല്ല ഹോമം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കുളിച്ച് വന്ന് വിളക്ക് കത്തിച്ച് ചന്ദനത്തിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണ്, ഞാൻ എൻ്റെതായ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നത് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്നെ അനുസരണം പഠിപ്പിക്കാനും അല്ലെങ്കിൽ എന്നെ ആചാരാനുഷ്ഠാനം പഠിപ്പിക്കാനൊന്നും നീ ആളല്ല. നീ നിൻ്റെ വീട്ടിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഞായറാഴ്ച ദിവസം കൈയടിക്കുന്നുണ്ട്, ഒച്ചയിൽ കൈയടിക്കുന്നുണ്ട്, മൈക്കിൽ നീ എന്ത് ചെയ്തിട്ടുണ്ട്, പാട്ട് പാടുന്നുണ്ട്, കൈയടിച്ചു ആർത്തുല്ലസിക്കുന്നുണ്ട്. അതൊക്കെ നിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതുപോലെ ഞാൻ ചെയ്യുന്നില്ല. ഞാനൊരു വിളക്ക് കത്തിക്കുന്നു, ഞാനൊരു ചന്ദനത്തിരി കത്തിക്കുന്നു, ഞാൻ ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെയാണ് എന്ത് ചെയ്യുന്നത്, കത്തിക്കുന്നത്. അപ്പം ഞാനൊരു കാര്യം പറയാം, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മരണത്തിന് ഉത്തരവാദി നീ തന്നെയാണ്. എന്തെങ്കിലും എനക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ ഉത്തരവാദികൾ നീയും നിൻ്റെ ഭാര്യയുമാണ്. അത് പറയാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനായിട്ട് ഉണ്ട്. ഞാൻ ഏത് മതത്തിൽ വിശ്വസിക്കണം, ഞാൻ ഏത് ആചാരത്തിൽ പോകണം, അല്ലെങ്കിൽ ഞാൻ എന്ത് കഴിക്കണം, ഞാൻ എന്ത് ഉടുക്കണം, ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. പിന്നെ വേറെ ഒരു കാര്യം കൂടെ പറയണ്ട. അതായത് നീ എനിക്ക് വീട് തന്നപ്പം പിന്നെ എൻ്റെ ഫോൺ നമ്പറും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോൺ നമ്പറും നിൻ്റെ കയ്യിലുണ്ട്. നീ ഒരു പാസ്റ്ററാണ്. നീ ഒരു പാസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു പരമാധികാരിയാണ്, ഒരു ശുശ്രൂഷകനാണ്, ഒരു സഭയുടെ നേതാവാണ്, ഒരു സഭയെ ഭരിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള നീ വാടക വീട് കൊടുക്കുമ്പോൾ നിൻ്റെ വീട്ടിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പരിഹരിക്കാൻ പറ്റാതെ നീ എന്ത് പാസ്റ്ററാണ്? നിനക്ക് ഈ പ്രശ്നം, നീ വലിയ ദൈവത്തിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നു, ദൈവം നിൻ്റെ വലത് ഭാഗത്തുണ്ട് എന്ന് പറയുന്നു, ദൈവം നിൻ്റെ കൂടെ ഉണ്ട്, നീ വളരെ പരിശുദ്ധമായിട്ട് ജീവിക്കുന്ന ആണെന്ന് പറയുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ നിനക്കെന്തുകൊണ്ട് അത് പരിഹരിച്ചുകൂടെ? എന്തിന് നീ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ വാടക വീട് പൂട്ടി വെച്ചിരിക്കുന്നു? അല്ലെങ്കിൽ എൻ്റെ സാധനങ്ങൾ നിനക്ക് വേണോ? എൻ്റെ വീട്ടിൽ കിടക്കുന്ന സാധനങ്ങൾ നിനക്ക് വേണോ? എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? എൻ്റെ ഫോൺ നമ്പറുണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോൺ നമ്പറുണ്ട്. ഇനി അഥവാ നിനക്ക് വിളിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിൻ്റെ നാട്ടിൽ പോലീസുകാരുണ്ട്, അവരെയും കൊണ്ട് എന്ത് ചെയ്യുക, വിളിച്ച് നിനക്ക് എന്ത് ചെയ്യാൻ ന്യായമായിട്ട് കാര്യങ്ങൾ ഇടപെട്ട് ഞങ്ങളെ ഇതിന് റിലീസ് ചെയ്ത് വിടാം. എനിക്കിനി ഒട്ടും താല്പര്യമില്ല. നിൻ്റെ വീടിനകത്ത് എൻ്റെ സാധനങ്ങൾ ഇരിക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ സാധനങ്ങൾ എൻ്റെ അടുത്തേക്ക് എത്തണമെന്ന് മാത്രം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് തരാനുള്ള നഷ്ടപരിഹാരവും തന്ന് എന്നെ ഒന്ന് റിലീസ് ചെയ്ത് വിടുക. കാരണം ഇപ്പം വാടക വീട് എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം അതിൻ്റെ 11 മാസത്തെ കാലയളവിൽ എഗ്രിമെൻ്റ് എഴുതിയിട്ടുണ്ട്. അതിന് ഇനി ഒരു 3-4 മാസം കൂടെ ഉണ്ട് ബാക്കി. അപ്പോൾ അതിനിടയിൽ എൻ്റെ ജേക്കബ് പൊന്ന് പാസ്റ്ററെ ഇതൊന്ന് പരിഹരിച്ച് എന്നെ ഒന്ന് റിലീസ് ചെയ്യും. അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. കാരണം എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നീ തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നോട് നല്ല നിലയ്ക്ക് എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒന്നെങ്കിൽ നീ എൻ്റെ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ വിളിക്കണ്ട, എന്നെ നീ വിളിക്കേണ്ട, എന്നോട് സംസാരിക്കും. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോൺ നമ്പറിൽ നീ വിളിക്കുക. നീ എന്നിട്ട് ആണുങ്ങൾ സംസാരിക്കുന്നവരെ സംസാരിച്ച് നീ അത് പരിഹരിച്ച് എനിക്ക് താ.
അപ്പം നീ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, കാരണം ഓരോ മരണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെയൊക്കെ പിന്നിലെ വാർത്തകൾ ഇങ്ങനെ വായിക്കുമ്പോൾ ഓരോരുത്തരാണ് അതിൻ്റെ കാരണക്കാർ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, എൻ്റെ ഹസ്ബൻഡിനും എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ കാരണക്കാരൻ നീയും നിൻ്റെ ഭാര്യയുമായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇതൊന്നും നിന്നെ എന്തായാലും നീ വീഡിയോ കാണുമല്ലോ, അപ്പം നിന്നെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എന്ത് ചെയ്തിരിക്കുന്നത്.